കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്ത്, ബഹ്റൈൻ വിമാനത്താവളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മിക്ക ദിവസങ്ങളിലും മുടങ്ങുന്നുണ്ട്. ഖത്തർ എയർവേസ് കോഴിക്കോട്ട് നിന്നുള്ള കുവൈത്ത്, ബഹ്റൈൻ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ദുബായ്, ഒമാൻ വിമാന സർവീസുകൾ പലപ്പോഴും വൈകുന്നുണ്ട്. ആകാശപാതകളിൽ യാത്രയ്ക്ക് അനുമതി ലഭിക്കാൻ വൈകുന്നതും നിയന്ത്രണം തുടരുന്നതുമാണ് കാരണമായി പറയുന്നത്. കരിപ്പൂരിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള കൂടുതൽ സർവീസും രാത്രി സമയങ്ങളിലാണ്. യാത്രക്കാരുടെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് രാത്രി സർവീസുകൾ. എന്നാൽ ഫെബ്രുവരിയിൽ യുദ്ധം തുടങ്ങിയതോടെ രാത്രി സർവീസുകൾക്ക് അനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നത് കോഴിക്കോട് സെക്ടറിലേക്കുള്ള സർവീസുകളെ കാര്യമായി ബാധിച്ചു. മാത്രമല്ല, കരിപ്പൂരിൽ വലിയ വിമാനങ്ങളില്ല. ചെറിയ വിമാനങ്ങൾക്ക് ഇന്ധനശേഷി കുറവാണെന്നതും പ്രശ്നമാണ്. യുദ്ധനിയന്ത്രണങ്ങൾ വന്നാൽ ഇന്ധനശേഷി കുറവുള്ള വിമാനങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. പലപ്പോഴും ചുറ്റിക്കറങ്ങി പോകേണ്ടി വരുമ്പോൾ സമീപ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങി ഇന്ധനം നിറയ്ക്കേണ്ട പ്രശ്നമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ചെറിയ നിയന്ത്രണങ്ങൾ വന്നാൽ പോലും വിമാനം റദ്ദാക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സ്പൈസ് ജെറ്റിന്റെ കോഴിക്കോട്, ദുബായ് സർവീസ് മറ്റു കാരണങ്ങളാൽ റദ്ദാക്കിയിരുന്നു. ഈ ചാനൽ ന്യൂസ്, കരിപ്പൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡി ആവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.